നമുക്ക് ഇന്നത്തെ പത്രവാർത്തകളിലേക്കൊന്ന് കടന്നു പോകാം. ഇന്നലത്തെ ദില്ലി തിരഞ്ഞെടുപ്പ് തന്നെയാണ് എല്ലാ പത്രങ്ങളുടെയും പ്രധാന വാർത്തയാവാൻ പോകുന്നത്. അതിൽ പല തലക്കെട്ടുകളുണ്ടാവും. ആ തലക്കെട്ടുകൾ എന്തൊക്കെയാണ് എന്നത് കൗതുകപൂർവ്വം നമുക്കൊന്ന് വായിച്ചു വരാം. സാധാരണ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞാൽ പരാജയത്തെയും വിജയത്തെയും എങ്ങനെയാണ് പത്രങ്ങൾ കൈകാര്യം ചെയ്യുക എന്നതാണ് നമുക്കറിയേണ്ടത്. നമുക്കൊന്ന് നോക്കി വരാം. എന്ന് മനോരമയുടെ തലക്കെട്ട് നമുക്കൊന്ന് നോക്കാം. മനോരമയുടെ തലക്കെട്ട് പുഷ്പം പോലെ എന്നാണ്. പുഷ്പം പോലെ അല്ലേ? 27 വർഷത്തിനു ശേഷം BJP അധികാരത്തിലേക്ക് എത്തുമ്പോൾ 48 സീറ്റുകൾ, 8 സീറ്റുകളിൽ നിന്ന് 48 സീറ്റുകളിലേക്ക് BJP ലീഡ് ഉയർത്തുമ്പോൾ പുഷ്പം പോലെയായിരുന്നു ആ തിരഞ്ഞെടുപ്പ് എന്നാണ് മലയാള മനോരമയുടെ തലക്കെട്ട്. മാതൃഭൂമിയിൽ തലയിൽ താമര ചൂടി എന്നാണ്. തലസ്ഥാനം ഇതേവരെ 27 വർഷം BJPയിൽ നിന്ന് അകന്നു നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തലയിൽ താമര ചൂടി എന്ന തലക്കെട്ടാണ് മാതൃഭൂമി നൽകിയിരിക്കുന്നത്. മാധ്യമത്തിൻ്റേത് ഡൽഹിയിലും BJP എന്ന വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത്. ദേശാഭിമാനിയിലേക്ക് എത്തിയാൽ കോൺഗ്രസ് ചതിച്ചു എന്ന തലക്കെട്ടാണ് ദേശാഭിമാനി കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ ആം ആദ്മി പാർട്ടിയും രണ്ടായി നിന്നത് പരാജയത്തിന് കാരണമായി എന്നതാവാം. BJP സ്വീപ്സ് ക്യാപിറ്റൽ, BJP തൂത്തെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആപ്പിൻ്റെ ചൂലിനെ പൂർണ്ണമായിട്ടും സ്വീപ്പ് ചെയ്താണ് BJP തലസ്ഥാനം പിടിച്ചിരിക്കുന്നത്. അപ്പം വ്യത്യസ്തമായ തലക്കെട്ടുകളാണ് ഇതിൽ. മനോരമയുടെ തലക്കെട്ട് പുഷ്പം പോലെ എന്നുള്ളത് ഒരർത്ഥത്തിൽ ശരിയുമാണ്. കാരണം വലിയ ചെറുത്തുനിൽപ്പുകൾ ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടാകുമെന്ന് നമ്മൾ കരുതി. പക്ഷേ ആം ആദ്മി പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ സീറ്റ് നിലയായ 22ലേക്ക് ചുരുങ്ങുകയായിരുന്നു. 2013 BJP ഫോം ചെയ്തതിന് ശേഷം നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ പോലും അന്ന് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയത് BJPക്കാണെങ്കിലും 27 സീറ്റുകൾ ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയിരുന്നു. ആ സീറ്റിലും താഴെയായി മാറിയിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി. പുഷ്പം പോലെ എന്ന തലക്കെട്ട് ഞാനൊന്ന് വായിക്കാം. ആം ആദ്മി പാർട്ടിയെയും അരവിന്ദ് കെജ്രിവാളിനെയും അടിതെറ്റിച്ച് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വിജയം തൂത്തുവാരി. 27 വർഷത്തിനു ശേഷമാണ് ഡൽഹിയിൽ BJP അധികാരത്തിലെത്തുന്നത്. ആം ആദ്മി പാർട്ടി അധ്യക്ഷനും മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെ പ്രധാന നേതാക്കളെല്ലാം പരാജയപ്പെട്ടു. 70 അംഗ നിയമസഭയിൽ BJP 48, ആം ആദ്മി പാർട്ടി 22 എന്നിങ്ങനെയാണ് കക്ഷിനില. ഒപ്പം നരേന്ദ്രമോദിയുടെ പ്രസ്താവനയും പത്രം അതിൻ്റെ വലതുഭാഗത്ത് നൽകിയിരിക്കുന്നു. വികസനം വിജയിക്കുന്നു, സദ്ഭരണം ജൈത്രയാത്ര തുടരുന്നു, വിനയാന്വിതരായി ഈ അനുഗ്രഹം ഞങ്ങൾ സ്വീകരിക്കുന്നു. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിലും വികസിത ഭാരത സങ്കല്പത്തിൽ ഡൽഹിക്കുള്ള പങ്ക് ഉറപ്പാക്കുന്നതിലും എല്ലാ വഴിയും സ്വീകരിക്കുമെന്നതാണ് ഞങ്ങളുടെ ഗ്യാരണ്ടി എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ BJP ആസ്ഥാനത്ത് നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞതും പത്രം പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ ആദ്യ പേജിൽ തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ചെറിയൊരു പോറൽ പണിയായി എന്ന് പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിൽ റിപ്പോർട്ടർ ഇന്നലെ പുറത്തുവിട്ട വാർത്തയാണ്. ആലപ്പുഴയിൽ കായംകുളത്തൊരു കുഞ്ഞിന് ചാരുമൂട് പേവിഷബാധയേറ്റ വിഷയം. 2 ആഴ്ച മുമ്പാണ് ഈ കുട്ടിയെ നായ ആക്രമിച്ചത്. ചെറിയൊരു പോറലാണ്, അത് പനിയായി പേവിഷബാധയായി എന്ന് പത്രം പറയുന്നു. പേടി കൊണ്ടോ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാത്തത് കൊണ്ടോ അവനത് വീട്ടിൽ പറയാതിരുന്നു. വീട്ടിൽ പറയാതെ പോയ ആ വാക്കിന് അവൻ്റെ കുരുന്നു ജീവൻ്റെ വിലയുണ്ട്. പേവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിയുന്ന 9 വയസ്സുകാരനു വേണ്ടി ഒരു നാട് മുഴുവൻ പ്രാർത്ഥനയോടെയും നിറകണ്ണുകളുടെയും കാത്തിരിക്കുന്നു. അതീവ ഗുരുതരാവസ്ഥയിലാണ് ഈ കുഞ്ഞ്. 2 ആഴ്ച മുമ്പ് സൈക്കിളിൽ പോകുമ്പോൾ തെരുവുനായ ആക്രമിച്ച വിവരം കുട്ടി വീട്ടിൽ പറഞ്ഞിരുന്നില്ല. ചാരുമൂട് സ്വദേശിയാണ് കുട്ടി. പനി ബാധിച്ചതിനെ തുടർന്ന് നൂറനാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പരിശോധിച്ചപ്പോഴാണ് പേവിഷബാധയുടെ ലക്ഷണം കണ്ടത്. തുടർന്ന് തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. തെരുവുനായ കുട്ടി ആക്രമിക്കാൻ ശ്രമിക്കുകയും സൈക്കിളിൻ്റെ ടയറിൽ കടിക്കുകയും ചെയ്തിരുന്നു. കുട്ടി താഴെ വീണപ്പോൾ തുടയിൽ ചെറിയ പോറലുണ്ടായി. ഇതിനിടെ നായയുടെ നഖം കുട്ടിയുടെ കാലിൽ കൊണ്ടതായാണ് നിഗമനം. അതോടുകൂടി കുട്ടിക്ക് പേവിഷബാധയേറ്റു. വാക്സിൻ എടുക്കാത്ത കുട്ടി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുകയാണ്. കുഞ്ഞ് വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതോടൊപ്പം ഇത്തരം പൂച്ച, പട്ടി തുടങ്ങിയ ജീവികൾ ഏതെങ്കിലും തരത്തിൽ കുഞ്ഞുങ്ങളുടെയൊക്കെ ശരീരത്തിൽ, അത് നമ്മളുടെയൊക്കെ ശരീരത്തിൽ പോറൽ ഏൽപ്പിച്ചാൽ അത് നിസ്സാരമായി കണക്കാക്കരുത്. ഉടൻ തന്നെ പോയി ആൻറ്റി റാബീസ് വാക്സിൻ എടുക്കണം. അതല്ലെങ്കിൽ ഈ കുഞ്ഞിന് സംഭവിച്ചതുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കും. കുഞ്ഞിന് പിന്നീട് നിറങ്ങളോട് ഭയമായി, കുഞ്ഞിന് പനി വരാൻ തുടങ്ങി, കുഞ്ഞ് പിന്നീട് പേവിഷബാധയുടെ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങി. അപ്പോഴാണ് രക്ഷിതാക്കൾ ഞെട്ടലോടുകൂടി ആ സത്യം തിരിച്ചറിഞ്ഞത്. പാതിവില തട്ടിപ്പിൽ അനന്തകൃഷ്ണൻ പൊളിറ്റിക്കൽ ഫണ്ടർ എന്ന ഒരു വാർത്ത കൂടി മനോരമ ആദ്യ പേജിൽ നൽകുന്നു. കൊടിഭേദമില്ലാതെ പണം, രേഖകൾ പോലീസിന് ലഭിച്ചിരിക്കുന്നു. പാതിവില തട്ടിപ്പ് കേസിലെ പ്രതി അനന്തകൃഷ്ണൻ എറണാകുളം, ഇടുക്കി ജില്ലകളിലെ ചെറുതും വലുതുമായ 50ഓളം രാഷ്ട്രീയക്കാരുടെ പൊളിറ്റിക്കൽ ഫണ്ടറാണെന്ന് പോലീസ് കണ്ടെത്തി. പല പരിപാടികളും സ്പോൺസർ ചെയ്തതിന് പുറമെ തെരഞ്ഞെടുപ്പ് ഫണ്ടായും പണം നൽകി. മുൻനിര പാർട്ടികളെയെല്ലാം ബാധിക്കുന്ന കേസായതിനാൽ പണം വാങ്ങിയവരുടെ പട്ടിക പോലീസ് പുറത്തുവിട്ടിട്ടില്ല. അനന്തുവിനെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം നടത്തിയ തെളിവെടുപ്പിലാണ് പണമിടപാട് രേഖകൾ ലഭിച്ചത്. ആർക്കെല്ലാം എപ്പോഴെല്ലാം എത്ര വീതം കൊടുത്തു എന്നതിന്റെ കൃത്യമായ രേഖകൾ സൂക്ഷിച്ചിരുന്നു. NGO കോൺഫെഡറേഷൻ
കോർപ്പറേഷൻ ചെയർമാൻ കെ ആനന്ദ്കുമാറിന് മാസം 10 ലക്ഷം രൂപ വീതം നൽകിയതായും മൊഴിയുണ്ട്. ഉദ്യോഗസ്ഥർക്ക് പണം നൽകിയതിന്റെ രേഖകളും ആനന്ദ് പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇന്ന് റിപ്പോർട്ടർ TV ഈ വിവരങ്ങളെല്ലാം അടങ്ങിയ ഒരു മെഗാ ലൈവത്തോണാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. എല്ലാ പാർട്ടിയിൽപ്പെട്ടവരും പണം വാങ്ങിയിട്ടുണ്ട് എന്നതാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മളതിൻ്റെ ആഴത്തിലുള്ള പരിശോധന നടത്തും. ഒരു പൊളിറ്റിക്കൽ ഫണ്ടർ ആയിരുന്നോ അനന്തുകൃഷ്ണൻ എന്നുള്ളത് പുറത്തു വരികയും ചെയ്യും. മാതൃഭൂമിയിൽ തലയിൽ താമര ചൂടി എന്ന തലക്കെട്ടിലാണ് വാർത്ത. 20ഓളം മണ്ഡലങ്ങളിൽ കോൺഗ്രസ് പിടിച്ച വോട്ടിനേക്കാൾ കുറഞ്ഞ വ്യത്യാസത്തിലാണ് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികൾ തോറ്റത്. ഉത്തർപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിൽക്കിപൂർ മണ്ഡലം SP-യിൽ നിന്ന് BJP പിടിച്ചെടുത്തു എന്ന വാർത്ത കൂടിയുണ്ട്. ഡൽഹി പിടിച്ച് BJP. അതാണ് മാതൃഭൂമി പ്രധാനപ്പെട്ട വാർത്തയെ നൽകുന്നത്. ഉൾപേജിൽ ദില്ലി ദിൽ എന്ന തലക്കെട്ടിൽ ഉൾപേജിൽ ആം ആദ്മി പാർട്ടി ഒപ്പം നിർമ്മല സീതാരാമൻ ഇവരുടെയൊക്കെ ചിത്രങ്ങൾ കാരിക്കേച്ചർ വെച്ചുകൊണ്ട് പത്രം കൂടുതൽ വിശദമായി തന്നെ ദില്ലിയിലെ തിരഞ്ഞെടുപ്പ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നു. സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭം ഇരട്ടിയാക്കുന്നു. സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 53 സ്ഥാപനങ്ങളുടെ ലാഭം 191.97 കോടി. നഷ്ടത്തിലുള്ള സ്ഥാപനങ്ങൾ 65 ചുരുങ്ങി എന്നുകൂടി പറയുന്നുണ്ട്. സംസ്ഥാനത്ത് ലാഭത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എണ്ണം കുറഞ്ഞെങ്കിലും ലാഭത്തുകയിൽ 942.42 കോടിയുടെ വർധനയുണ്ട്. ലാഭത്തിലുള്ള 53 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മൊത്ത ലാഭം 1912.97 കോടിയായി. മുൻവർഷം 61 സ്ഥാപനങ്ങൾ ലാഭത്തിലുണ്ടായിരുന്നെങ്കിലും ലാഭം 970 കോടിയായിരുന്നു. ലാഭം ഇരട്ടിയായിരിക്കുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ. KTDFC കുതിച്ചു. നഷ്ടത്തിൽ ഒന്നാമത് ക്ഷേമ പെൻഷൻ കമ്പനിയാണ്. അത് ലാഭം ഉണ്ടാക്കാനുള്ളൊരു കമ്പനിയായിട്ടല്ലല്ലോ അതിനെ വിഭാവനം ചെയ്തിരുന്നത്. ഇനി മാധ്യമത്തിലേക്ക് എത്തിയാൽ മാധ്യമത്തിലെ ദില്ലി തിരഞ്ഞെടുപ്പ് വാർത്തയിൽ ആപ്പും കെജ്രിവാളും വീണു. ഡൽഹിയിലും BJP, സിസോദിയും തോറ്റു. അതിഷിക്ക് ആശ്വാസ ജയം. പരാജയപ്പെട്ടവരിൽ ആപ്പ് സ്ഥാപക നേതാക്കളായ സത്യേന്ദ്ര ജെയിനും സോമനാഥ് ഭാരതിയും സൗരവ് ഭരദ്വാജുമുണ്ട്. കോൺഗ്രസിന് വീണ്ടും 0 എന്ന നിലയിലാണ് പത്രം ആ വാർത്തയെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. വയനാട് പുനരധിവാസം ആദ്യ പട്ടികയിൽ 242 പേർ മാത്രം എന്ന വാർത്ത കൂടി മാധ്യമം ആദ്യ പേജിൽ തന്നെ നൽകുന്നുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾ ദുരന്തത്തിൽ 1585 വീടുകൾ പൂർണ്ണമായും വാസയോഗ്യമല്ലാതായെന്ന് സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടും പുനരധിവാസ ഗുണഭോക്താക്കളുടെ ആദ്യഘട്ടത്തിൽ ഇടം പിടിച്ചത് 242 പേർ മാത്രം. ദുരന്തത്തിൽ 2007 വീടുകൾക്ക് നാശം സംഭവിച്ചതായി ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രിയും പറഞ്ഞിരുന്നു. എന്നാൽ അതെന്തുകൊണ്ട് 242 പേർ മാത്രമായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. മറ്റൊരു വാർത്തയുള്ളത് ഇസ്രായേൽ വിട്ടയച്ചവർ ചിത്രം പത്രം ആദ്യ പേജിൽ തന്നെ പങ്കുവയ്ക്കുന്നു. ഇസ്രായേൽ വിട്ടയച്ച ഫലസ്തീനികൾ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ റാമല്ലയിൽ എത്തിയപ്പോഴുള്ള ചിത്രം കൂടി പത്രം പങ്കുവയ്ക്കുന്നുണ്ട്. 3 ബന്ദികളെ കൂടി മോചിപ്പിച്ചിരിക്കുന്നു ഹമാസ്. 183 ഫലസ്തീനി തടവുകാരെ വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ചിത്രം കൂടി പത്രം ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നു. ദേശാഭിമാനിയിലേക്ക് എത്തിയാൽ ദേശാഭിമാനിയിലെ ആദ്യത്തെ വാർത്ത കോൺഗ്രസ് ചതിച്ചു എന്ന തലക്കെട്ടിൽ ദില്ലിയിലെ തെരഞ്ഞെടുപ്പിന്റെ വിശകലനമാണ്. 70-ൽ 48 സീറ്റ് BJP നേടി. ആം ആദ്മി പാർട്ടി 22 സീറ്റിൽ ഒതുങ്ങി. ഡൽഹിയിൽ BJP 27 വർഷത്തിനു ശേഷമാണ് തിരിച്ചു വരുന്നത്. വിജയം കോൺഗ്രസിന്റെ ചെലവിലാണ് എന്ന് CPM-ന്റെ സ്റ്റേറ്റ്മെന്റും പത്രം ആദ്യ പേജിൽ തന്നെ നൽകുന്നു. മതനിരപേക്ഷ സഖ്യത്തെ വഞ്ചിച്ച കോൺഗ്രസ് രാജ്യതലസ്ഥാനമായ ഡൽഹിയുടെ ഭരണസാരഥ്യം BJPക്ക് കാഴ്ചവെച്ചു. എല്ലാ സീറ്റിലും തോറ്റമ്പിയ കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയെ വീഴ്ത്താൻ ചാവേറുകളായതോടെ 27 വർഷത്തിനു ശേഷം BJP ഡൽഹി പിടിച്ചു. കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം കൊണ്ട് മാത്രം 15 ആം ആദ്മി പാർട്ടി BJPയോട് തോറ്റു. 70 സീറ്റിലും മത്സരിച്ച കോൺഗ്രസ് 66 സീറ്റിൽ മൂന്നാമതും 3 നാലാമതുമാണ്. എന്നാൽ കൃത്യമായ കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയെ വീഴ്ത്തി എന്ന് പറയാൻ കഴിയില്ല. കാരണം ലോക്സഭയിലെ കണക്ക് നോക്കിയാൽ അതിനേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം ആം ആദ്മി പാർട്ടി തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. ലോക്സഭയിലേക്കാൾ മോശം പ്രകടനമാണ് BJP കാഴ്ചവെച്ചിരിക്കുന്നത് വോട്ട് പെർസെൻറ്റേജിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഏതെങ്കിലും അന്ന് ഒരുമിച്ച് നിന്നപ്പോൾ BJPക്ക് വലിയ മുൻതൂക്കമുണ്ടായി. ഇന്ന് വേർപിരിഞ്ഞ് നിന്നപ്പോൾ BJPയുടെ വോട്ട് വിഹിതം കുറയുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. മാത്രമല്ല 13 ഇടങ്ങളിൽ മാത്രമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഈ ഭൂരിപക്ഷത്തേക്കാൾ കുറവ് വോട്ട് കിട്ടിയിരിക്കുന്നത്. അതും ആ കണക്കിൽ നമ്മളോടൊപ്പമുണ്ട്. അപ്പോൾ തിരിച്ച് 21,000 22,000 ഒക്കെ വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന അരവിന്ദ് കെജ്രിവാൾ 4,000 വോട്ടിന് തോൽക്കുന്നു. അവിടെ 3,000 വോട്ട് മാത്രമേ കോൺഗ്രസ് സ്ഥാനാർത്ഥി പിടിക്കുന്നുള്ളൂ. അതുകൊണ്ട് നഷ്ടം പൂർണ്ണമായും കോൺഗ്രസിൻ്റെ അക്കൗണ്ടിൽ നമുക്ക് ഇത്തവണ എഴുതാൻ കഴിയില്ല എന്നുള്ളതാണ്. ദേശാഭിമാനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത് CPM-ന്റെ ഉപരോധം 25-ാം തീയതിയുണ്ട്. കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള യുദ്ധപ്രഖ്യാപനമാണ്. ഉരുൾപൊട്ടൽ പുനരധിവാസത്തിന് ഒരു പൈസ പോലും അനുവദിക്കാത്തത് മനുഷ്യത്വരഹിതമാണ്. പ്രചാരണ ജാഥകൾ 19 മുതൽ ആരംഭിക്കും. പതാക കയ്യൂരിൽ നിന്ന് വയലാറിൽ നിന്ന് ദീപശിഖയും ഉണ്ടാവും. കൊടിമരം ശൂരനാട്ടിൽ നിന്ന് വരും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. CPM ഉപരോധം ഈ മാസം 25-ാം തീയതിയാണ്. ഒരു മനോഹരമായ ചിത്രം കൂടി ആദ്യ പേജിൽ ദേശാഭിമാനി പങ്കുവയ്ക്കുന്നു. ഇന്നലെ നമ്മുടെ ദിലീപ് ദേവസ്യ
ആ റിപ്പോർട്ട് നൽകിയിരുന്നു. കടൽ മണൽ ഖനനത്തിന് അനുമതി നൽകിയ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ കൊല്ലം ബീച്ചിൽ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംഘടിപ്പിച്ച കടൽ സംരക്ഷണ ശൃംഖലയിൽ വള്ളങ്ങൾ അണിനിരന്ന ചിത്രം കൂടി പത്രം ആദ്യ പേജിൽ നൽകുന്നുണ്ട്. ദ ഹിന്ദു പത്രത്തിലേക്ക് എത്തിയാൽ BJP സ്വീപ്സ് ക്യാപിറ്റൽ എന്നതാണ് കണക്കുകളെല്ലാം പറയുന്നു. 52.6% BJPയുടെ vote shares secured by the BJP in the richest constituencies in 2025 is stronghold performance among all classes. 52.6% അപ്പർ ക്ലാസിൻ്റെ ഹൈ അപ്പർ ക്ലാസ് റിച്ച് മേഖലയിൽ, അതായത് സമ്പന്നരുടെ ഇടയിൽ BJP നേടിയിട്ടുണ്ട്. BJPക്ക് തുണയായതും മധ്യവർഗത്തിൻ്റെയും അപ്പർ ക്ലാസിൻ്റെയും പൂർണ്ണമായിട്ടുള്ള പിന്തുണയാണ്. BJP backs 48 seats set to return to power in Delhi after 2 decades. ആം ആദ്മി പാർട്ടി wins only 22 seats. Arvind Kejriwal and Manish Sisodia lose എന്നാണ് പത്രം പ്രധാനമായും പറയുന്നത്. അതോടൊപ്പം വാളയാർ ഗേൾസ് കുഡ് ഹാവ് ഡൈഡ് ബൈ സൂയിസൈഡ് സേ CBI ഇൻ ചാർജ് ഷീറ്റ്. വാളയാറിലെ പെൺകുട്ടികൾ മരിച്ചത് ആത്മഹത്യയിലാവാം എന്നുള്ളതാണ് CBI കുറ്റപത്രത്തിൽ പറയുന്നതെന്നും പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇതൊക്കെയാണ് വിവിധ പത്രങ്ങളിലെ പ്രധാനപ്പെട്ട ലീഡ് വാർത്തകൾ.